പഹൽഗാമിലെ മുറിവിന്റെ വേദനയിൽ ഉറക്കമില്ലാത്ത രാത്രികളുമായി ഭാരതീയർ കഴിച്ചുകൂട്ടുമ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന രാജ്യത്തിന്റെ പ്രതികാരം മോദി സർക്കാർ നടപ്പിലാക്കിയത്. പുലർവേളയിലെ സ്വപ്നമല്ല യാഥാർത്ഥ്യമെന്ന് 140 കോടിയിലധികം വരുന്ന ഭാരതീയർക്ക് മനസ്സിലായതോടെ സന്തോഷം അലതല്ലി. കുറച്ചു നാളുകളായി തുടർന്ന മുന്നൊരുക്കങ്ങളുടെയും സജ്ജീകരണങ്ങളുടെയും സംഘാടനത്തിന്റെയും നേതൃത്വ മികവിന്റെയും ഫലമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ മാസ്മരിക വിജയം. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ അതിർത്തി ഗ്രാമങ്ങളിൽ സൈനിക നീക്കം നടത്തിയിരുന്നു. ഓപ്പറേഷൻ നടത്താൻ ആവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം സൈന്യം ഒരുക്കുമ്പോൾ നൂറുകണക്കിന് ഗ്രാമവാസികളും ഇതിന് സാക്ഷിയായി. ഈ കൂട്ടത്തിൽ സൈനികരുടെയെല്ലാം മനം കവർന്നത് ഒരു 10 വയസ്സുകാരനാണ്. വലുതാകുമ്പോൾ സൈനികനാകണമെന്ന് സ്വപ്നം കാണുന്ന ഒരു ബാലൻ. ഫിറോസ്പൂർ ജില്ലയിലെ തന്റെ ഗ്രാമത്തിലെ യുദ്ധസമാനമായ സാഹചര്യം കണ്ടിട്ടും ഇളം പ്രായവും അതിർത്തിയിലെ കഠിനമായ സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഒന്നും അവനെ പിന്തിരിപ്പിച്ചില്ല. പ്രാദേശിക കർഷകനായ സോനാ സിംഗിന്റെ മകൻ ശ്രാവൺ സിംഗ് വെറുതെ നോക്കി നിൽക്കുകയായിരുന്നില്ല, മറിച്ച് തന്റെ കുടുംബത്തിന്റെ കൃഷിയിടത്തിൽ തമ്പടിച്ചിരിക്കുന്ന ജവാന്മാർക്ക് വെള്ളവും പാലും ലസ്സിയും ഐസും എത്തിച്ചു കൊടുത്തു. കൊടും ചൂടിൽ ഭയം പലരെയും പിടികൂടിയപ്പോൾ ശ്രാവൺ സിംഗ് ദിവസവും സൈനികരുടെ അടുത്തേക്ക് ഓടിയെത്തി. അവർ ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്ന് അവരെ ഓർമ്മിപ്പിച്ചു. കൂടാതെ തനിക്ക് പേടി തോന്നിയില്ല. വലുതാകുമ്പോൾ ഒരു പട്ടാളക്കാരനാകണം. പട്ടാളക്കാർക്ക് വേണ്ടി ഞാൻ വെള്ളവും ലസ്സിയും ഐസും കൊണ്ടുവന്നിരുന്നു. അവർ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്ന് ശ്രാവൺ സിംഗ് പറയുമ്പോൾ വാക്കുകളിൽ അഭിമാനം വാനോളമാണ്. എന്തായാലും ശ്രാവണിന്റെ സേവനത്തിൽ സംതൃപ്തരായ ഇന്ത്യൻ സൈന്യം അവനെ ആദരിച്ചിരിക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം.